സജന, മോളെ സജന, വിളിച്ചത് ബുദ്ധിമുട്ടായാ? ഞാൻ വിളിച്ചതേ സമയം ഇപ്പം 6 മണിയായില്ലേ. നീ നിസ്കരിച്ചോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ആ, ഞാൻ അന്ന് എണിക്കാൻ ലേശം വൈകിയമ്മ. എന്നാ ഞാൻ നിസ്കരിച്ചിട്ട് വേഗം വരാം. നീ ഇനി അങ്ങോട്ട് വരാൻ നിൽക്കൊന്നും വേണ്ട. നീ നിസ്കരിക്കുമ്പോഴേക്കേ ഞാൻ ചായ എടുത്തിട്ട് വരാം. അത് കുടിച്ചിട്ട് കുറച്ചു നേരം കൂടി ഒന്ന് കടന്നോ. 7-8 മണിയാകുമ്പോഴേക്കൊക്കെ എണിച്ചാൽ മതിയേ. ഇല്ല, ഇനി എനിക്ക് കിടക്കൊന്നും വേണ്ട. ഞാൻ എന്നാ നിസ്കരിച്ചിട്ട് വരാം അങ്ങോട്ട് അടുക്കളയ്ക്ക്. ആ ആ നിസ്കാരം കഴിഞ്ഞാ? എന്നത് കുടിച്ചോ നീ? ഹോർലിക്സ് ആണ്. എന്തിനാ അമ്മ അപ്പം അതൊക്കെ ഉണ്ടാക്കിയത്? ചായ മതിയായിരുന്നു. അത് കുഴപ്പമില്ല, നീ കുടിച്ചോ. എന്നൊന്നും ഉണ്ടാവില്ല കേട്ടാ. ഇതിപ്പോൾ അന്ന് എന്തോ ഒരു ആവശ്യത്തിന് ഒരു 5-6 പാക്കറ്റ് ഹോർലിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒന്ന് ബാക്കി ഇരിക്കണം. അപ്പം അത് കലക്കിയതാണ്. അമ്മ കുടിച്ച ചായ? ഞാൻ കട്ടൻ ചായ കുടിച്ചു. പാൽ ഒരാൾക്കുള്ളത് ഉണ്ടായിരുന്നുള്ളേ. അപ്പം അത് മോള് കുടിച്ചോട്ടെ പറഞ്ഞിട്ട് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി. അതാ കട്ടൻ ചായ കുടിച്ച്. എന്നത് ഉമ്മ കുടിച്ചോളി. അത് കുഴപ്പമില്ല. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചൂടുവെള്ളം കിട്ടിയാൽ മതി. അത് നീ കുടിച്ചോ. ചായ നന്നായിട്ടുണ്ട്. നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മ. ആ, പാൽ ഇത്തിരി ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് തിളപ്പിച്ച് പറഞ്ഞാൽ ചായയായി. അതിനിപ്പോൾ ഇത്രയൊക്കെ പോക്കണം എന്നെ. അതൊന്നുമല്ല, ഉമ്മക്ക് നല്ല കൈപ്പുണ്യാണെന്ന് അഫ്സലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞിട്ട് കാണും. എന്നാ അവിടെ കാക്ക മലർന്നു പറക്കും. അല്ലമ്മ, സത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഉമ്മ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് അത്രേ. കുടിച്ചു കഴിഞ്ഞാലേ ക്ലാസ് ഇവിടെ വെച്ചിട്ട് പോയിക്കോ. എന്നിട്ട് വീടും പരിസരമൊക്കെ ഒന്ന് പോയി കണ്ടോ. അടിച്ചു വാരാനൊന്നും നിൽക്കണ്ട കേട്ടാ. അതൊക്കെ ഞാൻ തന്നെ ചെയ്യാം. അത് സാരില്ലമ്മ, ഞാൻ അടിക്കാം. വേണ്ട വേണ്ട, അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒരു മുറ്റം അടിച്ചു വരുമ്പോഴേക്ക് എന്താണ്, അത് ഞാൻ ചെയ്യാം. അമ്മ ഇവിടെ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ വെറുതെ ഇരിക്കുക. അത് സാരില്ല പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്. അതിന് ലേശം വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ വേണം. അതൊന്ന് തൊലിച്ചു തന്നാൽ മതി. അത് മാത്രം ചെയ്താൽ മതി കേട്ടാ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യാം. ആ, നിനക്ക് ഇതൊന്നും ചെയ്തിട്ട് തീരെ ശീലമില്ല തോന്നുന്നുണ്ട് അല്ലേ. ഞാനാണെങ്കിൽ ഈ നേരം ആകുമ്പോഴേക്ക് ഇതൊക്കെ തൊലിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനങ്ങനെ വീട്ടിലൊന്നും അടുക്കളപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. ആ, അതെനിക്ക് തോന്നി ഉള്ളി അരിയുന്ന കണ്ടപ്പോൾ. നീ അതവിടെ വെച്ചോ, ഞാൻ ചെയ്യാം. ഇങ്ങനെ തന്നെയല്ലേ അമ്മ ഓരോന്ന് ചെയ്ത് പഠിക്കുക. ഞാനത് ചെയ്തു തരാം. അടുക്കളയിൽ പോയിട്ട് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചെയ്തോളി. ഈ കുട്ടിൻ്റെ ഒരു കാര്യം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് വിരുന്നിനും ഓരോന്നിനൊക്കെ ആയിട്ട് വിളിക്കാൻ തുടങ്ങും. നിനക്കധികം ക്ലാസ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ രണ്ടാൾ എവിടേക്കെങ്കിലും ടൂറ് പോകാൻ നോക്കിക്കോളേ. ഹണിമൂണിനെ ഇപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. എവിടേക്കെങ്കിലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ ആ, എന്നാൽ പോയിക്കോളി. എന്നാൽ അമ്മയും വരും നമ്മുടെ കൂടെ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോകാം. അയ്യേ, ഞാനില്ല. എന്താ നീ ഒരു വർത്താനം പറയാണ്? നിങ്ങൾ ഹണിമൂണിന് പോണതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനാണ്? സജന, ആ, നീ ഇവിടെ ഇരിക്കുന്നുണ്ടാ? എന്തമ്മ? ഞാനൊരു 4 മാങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ. അപ്പുറത്തെ വീട്ടിൽ വലിക്കണോ, ആ അസ്മാൻ്റെ വീട്ടിലേ. അപ്പം അതിനൊരു 4 എണ്ണം മേടിച്ചതാ. എനിക്ക് മാങ്ങ നല്ല ഇഷ്ടമല്ലേ. ചെക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നീ കഴിച്ചോട്ടെ പറഞ്ഞിട്ട് ഒരു 4 എണ്ണം വാങ്ങിയിട്ട് വന്നു. അത് പോയി കഴിച്ചോട്ടാ. ആ, ഞാൻ മാങ്ങ എത്ര കിട്ടിയാലും കഴിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയതേ. ഒരു 5-6 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പോയി കഴിച്ചോ. ആ, എന്തിനാ സജിന നീ ഇതൊക്കെ ചെയ്യാൻ നിൽക്കണ്? നീ ആ ചൂല അവിടെ വെച്ചാ, എന്നിട്ട് ആ റൂമിൽ എവിടെയെങ്കിലും പോയിരിക്കേ. ഇതൊക്കെ ഞാൻ ചെയ്യേ. അത് കുഴപ്പമില്ലമ്മ. ഇരിക്കുന്ന വീടൊന്നും അടിച്ചു വാരി പറഞ്ഞിട്ട് എനിക്കിപ്പോൾ എന്താവാനാണ്. ഒന്നും പറയണ്ട നീ. നീ ആ ചൂല അവിടെ ഇട്ടിട്ടേ ആ റൂം പോയി കടന്നാ. ആ, സുഖാണമ്മ. അമ്മായിമ്മാനെയും കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ഒരു കുഴപ്പമില്ല. നല്ല സ്നേഹമ്മ. നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. എൻ്റെ അടുത്ത് നല്ല സ്നേഹമാണ്. എന്നെയും കൊടുത്ത് ഒരു പണിയും ചെയ്യിപ്പിക്കുന്നില്ല. അപ്പം അവൻ്റെ അടുത്ത് അതുപോലെയൊക്കെ നിൽക്ക്. നീ ഇവിടെ കാണിക്കും പോലത്തെ സ്വഭാവം ഒന്നും അവിടെ കാണിക്കാൻ നിൽക്കണ്ട. നല്ല പോലെയൊക്കെ നിൽക്ക്. എന്നിട്ട് മരുമോനെ എവിടെ? ഇക്ക രാവിലെ വർക്കിന് പോയിക്കണോ? എന്നിട്ട് എപ്പോഴാണ് ഇനി ഇങ്ങോട്ട് വരുന്നത്? ഇക്ക വന്നിട്ട് ചോദിക്കട്ടെ, എന്നിട്ട് വരാം. ശരി എന്നാ വെച്ചോളിമ്മ. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. കിടക്കേ? ഈ സമയത്താ? അതിനെന്താണ്? എൻ്റെ അടുത്ത് കടന്നോളാൻ പറഞ്ഞു. നല്ല അമ്മായിമാനെ കിട്ടിയിരിക്കണ്. ശരി എന്നാ വെച്ചോ. ശരി. ഈ പെണ്ണിനെ അടുക്കളയ്ക്ക് കിട്ടണേ ഇല്ലല്ലോ പടച്ചോനെ. ഒരു പണി പറയണത് ചെയ്യണില്ല. എന്താപ്പം ഞാൻ കാട്ടുക? അവൾക്ക് കോളേജിലേക്ക് പോകാനുള്ള ചോറും കറിയും ഉണ്ടാക്കി മനുഷ്യനിവിടെ നിൽക്കാൻ അവസരമില്ല. കാല് വേദനയായിട്ടും കൂടി എനിക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ആമക്കളിനെയും കൊണ്ട് പെണ്ണ് കെട്ടിച്ച ഇത്തിരി റെസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അവൾക്കുള്ള ചോറും കൂട്ടാനും കൂടി ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ്. വല്ലാത്തൊരു ദുരിതം എന്നാലും. ഉമ്മ എന്താ ആലോചിക്കണ്? ഒന്നുമില്ല. എനിക്കിന്ന് കൊണ്ടുപോകാനേ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി തരും കേട്ടോളി. ഉപ്പേരിയാ? ഇന്നലത്തെ ലേശം അതാ മീൻചാറ് ഇരിക്കണു. അപ്പം അതും ലേശം അച്ചാറും ആക്കിയാൽ പോരെ? ഇപ്പം ഉപ്പേരി ഉണ്ടാക്കണ? വെറും അച്ചാറ് കൂട്ടിയിട്ട് ഞാൻ എങ്ങനെ ചോറുണ്ണുക? പയറിരിക്കണ്ടല്ലോ ഇവിടെ. കുറച്ചുണ്ടാക്കിയാൽ മതി. കലിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി അവള്. എന്നാൽ അതൊന്ന് പൊട്ടിച്ചു തരിക. അതും ഇല്ല. വല്ലാത്തൊരു കഷ്ടം. അമ്മ ഞാൻ പോണെന്നാ. പോകാണ്. പോകാൻ സമയായേ. അമ്മ തിരുമ്പുണ്ടെങ്കിലേ എന്റെയും കുറച്ച് തിരുമ്പാണ്ടേ, അതും കൂടി ഒന്ന് എടുത്ത് തിരുമ്പിട്ടോളേ. ആയിക്കോട്ടെ. ശരി എന്നാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. റഹ്മത്തേ, എന്തൊക്കെ നിന്റെ വർത്താനം? നല്ല വർത്താനം. എന്താ നിന്റെ പാട്? മരുമകളൊക്കെ എന്ത് പറയണു? എന്ത് പറയണ്? എല്ലാരും പറഞ്ഞു നിനക്കൊരു ചെക്കനല്ലേ ഉള്ളൂ, അപ്പൊ അവനക്കൊരു പെണ്ണ് കൊണ്ടുവന്നാ നീ കഴിച്ചിലായി, പെൺകുട്ടികളെ കെട്ടിക്കൊടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നും നിനക്കില്ലാലോന്ന്. അതും കേട്ടിട്ട് ഞാൻ നേരത്തെ കാലത്ത് ആ ചെക്കനെ പിടിച്ച് കെട്ടിച്ചും കൊടുത്തു. അപ്പൊ ഞാൻ ആകെ കുടുങ്ങി എൻ്റെ റഹ്മത്തേ. എന്താ അത്? എന്താന്ന് ചോദിച്ചപ്പോ എന്താപ്പൊ ഞാൻ പറയുക? ആ കുട്ടി വീട്ടിലത്തെ ഒരു പണിയും ചെയ്യില്ലടി. എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? നിനക്കറിയാലോ ഞാൻ അങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്നും പറയില്ലാന്ന്. എങ്ങനെ ഞാൻ അതിൻ്റെ അടുത്ത് പറയുക വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യേന്ന്? എനിക്കതൊക്കെ ഒരു ഇടങ്ങറാണേ. എന്നാ അവള് കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? അതുമില്ല. ചെയ്യില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് ഇപ്പം എന്താണ്? അതിനിപ്പോൾ എന്താ എത്ര ഇടങ്ങറ് വിചാരിക്കാനുള്ളത്? അതിന് നിന്നെ പറഞ്ഞാൽ മതി. കയറി വന്നപ്പോൾ നീ ശീലിപ്പിച്ചതല്ലേ ഇതൊക്കെ. എന്ത് ശീലിപ്പിക്കണ്? വന്ന് കയറുമ്പോഴേക്കും വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യിപ്പിക്കണ്ട പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇതിപ്പോ ഇങ്ങനെ ശീലമാകുമെന്ന് ഞാൻ അറിഞ്ഞ. അവളും വിചാരിച്ചിട്ടുണ്ടാവും പണികളൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാ ഇഷ്ടം, അതുകൊണ്ട് അവളിനൊന്നും ചെയ്യിപ്പിക്കാത്തതെന്ന്. അതന്നെ ഇപ്പൊ എനിക്കും തോന്നുന്നു. ഇനിയിപ്പോ നിനക്ക് നേരിട്ട് പറയാൻ മടിയാണെങ്കിൽ നീ അവൻ്റെ അടുത്ത് കാര്യം പറയേ. അവൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. ഞാനിപ്പോ അതൊന്നും പറയാൻ പോണില്ല. പറയാൻ വയ്യെങ്കിൽ നീ അടുക്കള പണിയും ചെയ്തും കൊണ്ട് അവിടെ ഇരുന്നോ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയുക? നീ തന്നെയാണ് അവന് ഇത്രയും വഷളാക്കിയത്. ഇനിയിപ്പോ ഞാൻ ഇത്തിരി പണിയെടുത്താലും വേണ്ടില്ല, അങ്ങടും ഇങ്ങടും വർത്താനത്ത് നിൽക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്കിപ്പോൾ ഇത് ചെക്കൻ്റെ അടുത്ത് പറഞ്ഞാലേ അവൻ്റെ അടുത്ത് ചോദ്യത്തിനും പറച്ചിലിനൊക്കെ നിൽക്കുള്ളേ. പിന്നെ അവൻ്റെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കാന്ന് ആർക്കറിയ? എന്തിനാ വെറുതെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്? ഇപ്പൊ തൽക്കാലം അങ്ങനെ പോട്ടെ. ഇപ്പൊ ചെറിയ പ്രായമല്ലേ, കുറച്ചാകുമ്പോ ഒക്കെ ശരിയായിക്കോളൂ. നീ എന്തെങ്കിലും കാട്ട്, അല്ലാണ്ട് ഇപ്പം എന്താ? ശരി എന്നാ ഞാൻ വെക്കട്ടെ. കുറച്ച് തിരുമ്പാനുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കട്ടെ. പിന്നെ ഒഴിവുപോലെ വിളിക്കാം ഞാന്. ശരി വെച്ചോ. എന്താ പണിത്തിരക്കിലാ തോന്നണു? നൂർജ, നീയാ? വാ. പണിയൊക്കെ ഒരുങ്ങിയാ? പണികളൊക്കെ ഉണ്ട് ചെയ്യാന്.
കാലിന് ചെറിയൊരു വേദന. അതുകൊണ്ട് ഒന്നും ചെയ്യാനും വയ്യേ. അന്ന് ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് വീണു പറഞ്ഞില്ലേ, അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കാലിനൊരു വേദന ഉണ്ടേ. അതേ, അവളെവിടെ നിന്നിട്ട് മരുമകള്? അവളതാ രാവിലെ ക്ലാസ്സിന് പോയില്ലേ. നിങ്ങൾ ഇങ്ങനെ വെയ്യാണ്ടിരിക്കുമ്പോ എന്തിനാ അവളിനെ വിട്ടാക്കിയത്? കുറച്ചു ദിവസം ലീവ് എടുക്കാൻ പറയായിരുന്നില്ലേ? അവള് പോയിക്കോട്ടെ. അവള് പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി കിട്ടിയാലേ അവനക്കൊരു ആക്കും ആവില്ലേ. സംഭവമൊക്കെ ശരി തന്നെയാണ്. പഠിച്ചു കിട്ടിയാലൊക്കെ നല്ലത് തന്നെയാണേനും. എന്നാലും നിങ്ങളുടെ ഈ കാലം കൊണ്ട് വെയ്യാണ്ടിരിക്കുമ്പോഴേ ഒരു 4 ദിവസമെങ്കിലും അവൾക്ക് ലീവ് എടുത്തൂടെ? അപ്പോ നിങ്ങൾ ഇങ്ങനെ എളുപ്പം കൊടുത്തിട്ടാണേ എന്തെങ്കിലും ഒരു പുറം പണിയെങ്കിലും ചെയ്യിപ്പിച്ചൂടെ? എന്നാ പിന്നെ അതിനെങ്കിലും ഒരാക്കം കിട്ടുമല്ലോ നിങ്ങക്ക്. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ട് വേണോ നൂർജ? ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യില്ലേ? ആ, എന്താന്നറിയില്ല, പണിയെടുക്കേണ്ട കാര്യത്തിലേ അവൾ ഇത്തിരി ബാക്കിലാ. അത് നിങ്ങൾ പറയണം, പറഞ്ഞു ചെയ്യിക്കണേ. പറഞ്ഞു ചെയ്യിപ്പിക്കാനൊന്നും എനിക്ക് അറിയില്ല നൂർജ. എങ്ങനെ ഇപ്പൊ ഞാൻ അവളുടെ മുഖത്ത് നോക്കിയിട്ടൊക്കെ പറയുക? പിന്നെ അവൾക്ക് അതൊരു മുഷിപ്പാകില്ലേ? ഞാൻ റഹ്മത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അനിയത്തിനെ. അറിയില്ലേ നിനക്ക്? ഓ അറിയേ, എന്താ പിന്നെ അറിയാണ്ട്? ആ, അപ്പൊ അവളും പറഞ്ഞായിരുന്നു നീ പറഞ്ഞ പോലെ പറഞ്ഞ് ചെയ്യിപ്പിക്കേ, അവൾക്ക് അറിയാത്തോണ്ടായിരിക്കും എന്ന്. ഞാനിപ്പോ ഇത് അവളുടെ അടുത്ത് പറയാൻ പോയാ എന്താ അവള് വിചാരിക്കുക? ആറിനെ ചെയ്യട്ടെ, അല്ലാണ്ട് ഇപ്പൊ എന്താ. ഇനിയിപ്പോ എനിക്ക് ഒരു നേരം വെയ്യാണ്ടായ എന്നെ നോക്കേണ്ടതും ഈ വീട്ടിലത്തെ പണികൾ ചെയ്യേണ്ടതൊക്കെ അവൾ തന്നെയല്ലേ. അപ്പൊ ഞാനിനി അവളിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് അതൊരു ബുദ്ധിമുട്ടായാലേ ഞാൻ തന്നെയല്ലേ ചീരഴിയുക. അത് പേടിച്ചിട്ട് ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റുമോ താത്ത? അവളുടെ അടുത്ത് വേറൊന്നും പറയുന്നില്ലല്ലോ, വീട്ടുപണിയല്ലേ ചെയ്യാൻ പറയണുള്ളൂ. ഇപ്പൊ തന്നെ നോക്കാ, നമ്മുടെ ആ റംലാന്റെ മരുമകള്, അവളും പഠിക്കാൻ പോണ പെൺകുട്ടി തന്നെയല്ലേ. വീട്ടിലത്തെ എല്ലാ പണിയും ചെയ്തിട്ടാ പോവുക. രാവിലെ 4-4:30 ആകുമ്പോഴേക്കും എണിക്കും അത്രേ. എന്നിട്ട് ആ വീട്ടിലുള്ളവർക്ക് രാവിലേക്കുള്ളതും അവൾക്ക് കൊണ്ടുപോകാനുള്ളതും ഉച്ചയ്ക്കുള്ളതും ഒക്കെ ഉണ്ടാക്കി വെക്കും അത്രേ. നേരം വെളുക്കുമ്പോൾ റംല എണിച്ചു പറഞ്ഞാൽ അവൾക്ക് ഒരു പണി ഉണ്ടാവില്ല ചെയ്യാന് എന്ന്. എന്നിട്ട് അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ബാക്കി പണിയും ചെയ്യും അത്രേ. ഈ അടിക്കലും തുടയ്ക്കലും തിരുമ്പലും ഒക്കെ ആയിട്ട്. പിന്നെ റംല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതിരിയല്ലേ, അവൾക്ക് പറ്റാത്തത് കണ്ടു പറഞ്ഞ മൗത്തടിച്ച പോലെ പറയും. അപ്പൊ പിന്നെ ആ പേടി ഉണ്ടാവും ആ പെണ്ണിന്. കുറച്ചൊക്കെ പറയണം നമ്മളെ, അല്ലാണ്ട് ഇപ്പൊ എന്താണ്. അവളുടെ അടുത്ത് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പറയായിരുന്നു, അങ്ങനെ ഓരോ പണികൾ ചെയ്യാൻ വരുമ്പോഴേ ചെയ്യണ്ടാന്ന്, കല്യാണം കഴിഞ്ഞ പുതുക്കല്ലേ പറഞ്ഞിട്ടേ. ഇപ്പൊ പിന്നെ അവള് ചോദിക്കലും ഇല്ല, ചെയ്യലും ഇല്ല. ശരിയാവുമായിരിക്കുംല്ലേ? കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അവൾ വന്ന കാര്യം പറയേ, നേരത്തെ എണിച്ചിട്ട് പണികളൊക്കെ ഒരുക്കിയിട്ട് പോകാനേ. പഠിക്കാൻ പോകണ്ടെന്നൊന്നും പറയുന്നില്ലല്ലോ. ഓരോ പെൺകുട്ടീനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് പഠിക്കാൻ വിട്ടാക്കാണ്ട് ഇവിടെ അപ്പം അതൊന്നും ഇല്ലാലോ. നിങ്ങൾ ധൈര്യമായിട്ട് പറയേ, നേരത്തെ എണിച്ച് പണികളൊക്കെ ഒരുക്കിയിട്ട് പോകാന്. അവൾക്കിനി രാവിലെ നേരത്തെ എണിക്കാൻ മടിയാണെങ്കിലേ രാത്രി ഇത്ര നേരത്തെ കിടക്കാൻ പറയേ, അപ്പൊ നേരത്തെ എണിക്കാലോ. എന്നാലും ഒരു 5-5:30 ആകുമ്പോഴേക്ക് എണിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുക. അടുക്കളയിൽ എന്തെങ്കിലും നിങ്ങളെ സഹായിക്കേ, അല്ലെങ്കിൽ പുറം പണികൾ എന്തെങ്കിലും അടിച്ചു വാരേ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു സഹായാവില്ലേ? നിങ്ങൾ ഇനി ഈ വയ്യാത്ത കാലം വെച്ചിട്ട് പണിയെടുക്കാൻ നിന്നാലേ അവൾ അതന്നെ തഞ്ചം പറഞ്ഞിട്ടിരിക്കും. നിങ്ങൾ അവൾ വന്ന കാര്യം പറയേ. പറയാൻ ആടി ഒരു മടി. അവൾക്ക് എന്തെങ്കിലും തോന്നിയാലോ? നിങ്ങൾ ഇങ്ങനെ പേടിച്ച എങ്ങനെയെന്നോ? തല വേദനിച്ചിട്ട് വയ്യ. ഒരു വിക്സ് ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോ കാണാനും ഇല്ലാലോ. അത് ചോദിച്ചിട്ട് തന്നെ ഉള്ളു ബാക്കി കാര്യം. ആ, ഇവിടെ നിൽക്കണ്ടായിരുന്നാ? നിങ്ങൾ എന്ത് പണിയാ ചെയ്ത്? എന്താ സച്ചിന, ഒന്നും അറിയില്ല അല്ലേ? എല്ലാം ചെയ്തു വെച്ചിട്ട് എന്തൊക്കെയാ നീ പറയണ്? ഞാൻ എന്ത് ചെയ്തു എന്നാ? നിങ്ങൾ അധികം പൊട്ടം കളിക്കൊന്നും വേണ്ട, ഞാൻ അതിന് നിന്ന് തരൂല്ല. നീ കാര്യം എന്താ വെച്ചാ പറയൂ കുട്ടിയെ, ഇങ്ങനെ ദേഷ്യപ്പെടാണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞൂടെ? അല്ലാണ്ട് നാട്ടിൽ നടന്ന് കുറ്റം പറയുകയും ചെയ്യാ. ഞാൻ ആരുടെ അടുത്ത് എന്ത് കുറ്റം പറഞ്ഞു എന്നാ നീ പറയണ്? എന്താ പറയാത്തത്? ഞാൻ ഇവിടെ ഒരു പണിയും ചെയ്യില്ല, നേരം വെളുത്ത കോളേജിലേക്ക് പറഞ്ഞിട്ട് പോവുകയാണ്, നിങ്ങളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കാണ്, അങ്ങനെയൊക്കെയാണ് പറയുക? നിങ്ങൾ തന്നെയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ വീട്ടിലത്തെ ഒരു പണിയും ചെയ്യണ്ടാന്ന്? അല്ലേ? കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് തന്നെ ഞാൻ അടുക്കളയിൽ കയറാൻ നിന്നതാ. അപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞത്? നീ ഈ വീട്ടിലത്തെ ഒരു പണിയും ചെയ്യണ്ട, എല്ലാം നിങ്ങൾ തന്നെ ചെയ്യാ, ഞാൻ ചെയ്ത അങ്ങനെയാവും ഇങ്ങനെയാവും. എന്നിട്ടിപ്പോ നാട്ടുകാർക്ക് മുഴുവൻ പറഞ്ഞോണ്ട് നടക്കണതോ ഞാനൊന്നും ചെയ്യണില്ലാന്നല്ലേ? ഞാൻ അതിന് നിന്നെ കുറ്റായിട്ട് പറഞ്ഞതൊന്നും അല്ല സജന. ഞാൻ അങ്ങനെ പറയും തോന്നുന്നുണ്ടാ? പിന്നെ പറയാണ്ടാണല്ലോ ഞാൻ അറിഞ്ഞത്. എൻ്റെ അടുത്ത് സ്നേഹം പോലെയൊക്കെ അഭിനയിച്ചിട്ട് നാട്ടുകാരുടെ അടുത്തൊക്കെ എൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക അല്ലേ?
ഞാൻ അതിന് നിന്റെ കുറ്റമൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് അവനാൻ്റെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുമ്പോൾ ആ പെൺകുട്ടിൻ്റെ അടുത്ത് എല്ലാവരും പറയണത് തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഉമ്മാൻ്റെ കുട്ടി പതുക്കെ പതുക്കെ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യുമെന്നല്ലേ ഞാൻ വിചാരിച്ച്. ഇതിപ്പോൾ എനിക്ക് വെയ്യാണ്ടായിട്ടും നീ അടുക്കളയ്ക്ക് വരാണ്ടായപ്പോൾ അതിൻ്റെ ഇടങ്ങറ് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം, അപ്പോഴേ എനിക്കറിയുള്ളൂ. അല്ലാണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാലേ മനസ്സ് വായിക്കുന്ന സൂത്രമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാനത് നിന്റെ അടുത്ത് പറഞ്ഞാൽ നിനക്കതൊരു ഇടങ്ങറാവില്ലേ പറഞ്ഞിട്ട് പറയാണ്ടിരുന്നതാണ്. അവളത് ഇത്ര പെട്ടെന്ന് നിന്റെ ചെവിയിൽ എത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയും, അല്ലാണ്ട് നാട്ടുകാർക്ക് പറയണ്ട. അതെനിക്കിഷ്ടമല്ല. ഞാൻ അടുക്കളയ്ക്ക് വന്നാൽ പറയും നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട, ഇവിടെ എനിക്കുള്ള പണി മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഞാനും വിചാരിച്ചു ശരി എന്നാ എനിക്കാണെങ്കിൽ കുറേ പഠിക്കാനും ഉണ്ട്, കുറേ അസൈൻമെൻറ്റും ചെയ്യാണ്ട്, എന്നാ ആ കാര്യം മാത്രം ചെയ്താൽ മതിയല്ലോ എന്ന്. എനിക്കിപ്പോൾ നേരത്തെ എണിച്ചിട്ട് ഈ വീട്ടിലത്തെ പണികൾ ചെയ്യാൻ അറിയാണ്ടൊന്നല്ല. നിങ്ങൾ എന്നെ അടുക്കളയിൽ കയറ്റില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ എൻ്റെ കുറ്റവും കുറവും അവിടെ ഇവിടെ പോയി പറയാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് നേരിട്ട് പറയും. നിനക്ക് എന്തെങ്കിലും തോന്നിയാലോ ഓർത്ത് പറയാണ്ടിരുന്നതാണേ. ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും നിന്റെ അടുത്ത് തന്നെ ഞാൻ പറയുള്ളൂ. ഇപ്രാവശ്യത്തേക്ക് എൻ്റെ കുട്ടിയൊന്ന് ക്ഷമിക്ക്. പഠിച്ചോനെ, ഇന്നത്തെ കാലത്ത് നല്ലത് എന്ന് കരുതിയാലും കുറ്റമാണല്ലോ റബ്ബേ. നീ ഈ പേരും പറഞ്ഞിട്ട് എത്ര ദിവസം മുമ്പ് വീർപ്പിച്ച് നടക്കണാവോ.